ഹായ് മച്ചാന്മാരെ, മൈ ഡ്രീം വേൾഡിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പം മച്ചാന്മാരെ, ഇതാണ്ട് ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് താണ്ട് ഇവരുടെ കുറേ മറ്റ് ടീമുകളെല്ലാം കൂടെ നമ്മളെ വീട്ടിൽ ഒന്ന് കയറിയിട്ടുണ്ട്. അപ്പോൾ അവരെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ്. ഇതാണ് നമ്മുടെ ടീമുകൾ. മൂന്തോന്റെ അടുത്തുള്ള ഈവനിങ് ടൈമുള്ള സൺസെറ്റ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ മനോഹര ചാരുതയോട് കൂടിയാണ് ഇതിങ്ങനെ. അപ്പം ഇന്ന് ഇവർ വന്നു. അപ്പം നമ്മുടെ നാടും സ്ഥലങ്ങളും ഒക്കെ ഇവര് അലപ്പുറകളൊന്നും മിണ്ടായിരിക്കും. അപ്പം സ്ഥലമൊക്കെ ഇവര് നമ്മുടെ വീഡിയോസിലൊക്കെ കണ്ടുള്ളൂ. അപ്പം ഇവരെയും കൊണ്ട് നമ്മുടെ മൂന്തോട്, നമ്മുടെ എളോരാറ്, നമ്മുടെ വയലേറികൾ, അങ്ങനെയുള്ള കുറച്ച് നമ്മളെ ചുറ്റപ്പെട്ട കുറേ നല്ല സ്ഥലങ്ങളുണ്ട്. അതൊക്കെ കാണിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. കൂടുതൽ ഞങ്ങളുടെ സ്ഥലങ്ങൾ നിങ്ങൾക്കും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് ഇവരെയും കൊണ്ട് കുറച്ച് സ്ഥലങ്ങളൊന്ന് കറങ്ങാൻ പോകാം. നമ്മൾ പോകുന്ന വഴിയിലായിട്ട് രണ്ട് സൈഡിലായിട്ട് നല്ല മഞ്ഞപ്പൂക്കൾ നിൽക്കുന്നുണ്ടോ. നമ്മൾ ഊട്ടിയിലും കൊടൈക്കനാലിലൊക്കെ പോകുന്ന ആ ഒരു ആംബിയൻസിലാണ് കേട്ടോ ഇതെല്ലാം നിൽക്കുന്നത്. ഓക്കെ, ഇതാണ് മൂടില്ല താളി എന്ന് പറഞ്ഞൊരു ചെടി കണ്ടോ. ഒരു മഞ്ഞ കളറാട്ടോ അതിന്. നമ്മുടെ സ്ഥലങ്ങളൊക്കെ എങ്ങനെയുണ്ട്? പറയൂ, ടിഷ്യൂ പറ. സൂപ്പറാണോ? ഓക്കെ, ഈ സ്ഥലം കണ്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഗൈസ്? തത്തയെ കണ്ടോ? നീ കണ്ടോ? കാക്കല്ലേ തത്തയ. അതുകൊണ്ടേ ഈ ഒരു ആംബിയൻസ് ഇങ്ങനെയൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. വെയിലും കൂടെ ആയോണ്ട് ഓ തൂക്കണാങ്കുരികൾ കൂട് വെച്ചോണ്ടിരിക്കും കേട്ടോ. ഞാൻ ഇതിനകത്തൊരു കുഴി കയറിയിട്ടുണ്ട്. കാരണം ഈ ഭാഗത്തെല്ലാം കൂടെ പണിയോണ്ടിരിക്കുക. ഇതിനകത്തെല്ലാം അടയിരിക്കുമായിരിക്കും. അട മീൻസ് അതിന് മുട്ടയ്ക്ക് അടയിരിക്കുമായിരിക്കും. കാണാൻ പറ്റുന്നുണ്ടോടാ? നിങ്ങൾ ശ്രദ്ധിച്ച് നോക്ക്. ഇതാണ്ട് അതിനകത്ത് തൂക്കണാങ്കുരുകൾ വരുന്നുണ്ട്. ഇതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ് തൂക്കണാങ്കുരുകളാണ് കൂട് വെക്കുന്നത്. ഈ കൂട് വെച്ചതിന് ശേഷം എത്രമാത്രം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കൂട് വെക്കുന്നു അത് കണ്ട് ആകർഷിച്ചാണ് തൂക്കണാങ്കുരുകളായിട്ട് കമ്പനിയായി അണചേർന്ന് മുട്ടയിടുന്നത്. അപ്പം ഒന്നും രണ്ടും ഒക്കെ കൂടുതൽ വെക്കും ഒരു ആൺകുരുകൾ. അതായത് രണ്ടും മൂന്നും പെണ്ണുങ്ങളായിരിക്കും ഭാര്യമായിട്ടുള്ളത്. തൂക്കണാങ്കുരുകളുടെ കഥ പറഞ്ഞതാ. അങ്ങനെയാണ് അവരുടെ രീതികൾ. ഇനിയിപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞ് ഇവർ ഇവിടുന്ന് വേറെ നാട്ടിലോട്ട് പോകും. കൂടുതൽ ഇങ്ങനെ ഇവിടെ കിടക്കും. അതാണ് ഇതിൻ്റെ ഒരു രീതി. മറ്റുള്ള മൃഗങ്ങളോ അല്ല മറ്റുള്ള പക്ഷികളോ ഒന്നും ഇതിനെ ആക്രമിക്കാൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതാണ് തൂക്കണാങ്കുരുകൾ ഇങ്ങനെ കൂട് പണിയുന്നത്. സഞ്ജയ് അടുത്ത സ്ഥലങ്ങൾ കാണിച്ചു തരാം. പോട്ട് അടുത്ത സ്ഥലങ്ങൾ കാണിച്ചു തരാം. പോട്ട്. അപ്പം നമ്മൾ അടുത്തതായിട്ട് നമ്മുടെ പള്ളിമൺ തെക്കേ ഭാഗത്താണ് വന്നേക്കുന്നത്. അപ്പം ഇവിടെ അടിപൊളി സ്ഥലമാണ്. കിണ്ണയാണ്, വേറെ ലെവലാണ്. പിള്ളേർ നമുക്ക് ഈ സ്ഥലം കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കും. അപ്പം നമ്മൾ അടുത്ത അതായത് നമ്മുടെ എളവൂർ ആറിൽ വന്നിട്ടുണ്ട് പിള്ളേരെല്ലാം കൊണ്ട്. ഇവിടെയുള്ള കുറച്ച് സ്ഥലങ്ങളെല്ലാം ഇവിടെ കാണിച്ചു വന്ന് കണ്ടപ്പോൾ അതെന്താണ് ഇതെന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് എന്താണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഇവർ തന്നെ കണ്ട് ആസ്വദിക്കട്ടെ എല്ലാം. നമ്മുടെ നാടിൻ്റെ കറക്കമെല്ലാം കഴിഞ്ഞ് പിള്ളേരെല്ലാം മന്തി കഴിക്കുകയാണ്. നല്ല അടിപൊളി മന്തി. എങ്ങനെ ഉണ്ട്? ഞങ്ങൾ ഉണ്ടാക്കിയതെല്ലാം അതുകൊണ്ട് എന്തായാലും ടേസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പം നിങ്ങൾ കഴിച്ചിട്ട് പോവാണോ? എന്നിട്ട് എല്ലാം കൂടി പാട്ട് പാടി മീനുവിന് വേണ്ടിയിട്ട് അവസാനം യാത്രയായി സൂര്യാമൃതം അങ്ങനെ എന്തെങ്കിലും
ഓക്കെ. അപ്പം നല്ല രീതിയിൽ കഴിക്കുക, വയറ് നിറച്ച് കഴിക്കുക, നല്ല രീതിയിൽ കഴിക്കുക. അല്ല, ഞാൻ തന്നെ കഴിച്ചോളാം. അങ്ങനെ ഇന്നലത്തെ കലാപരിപാടികളെല്ലാം അവളുമാരെല്ലാം വന്ന് അടിച്ചു പൊളിച്ചു. നല്ല രസമായിരുന്നു. കുറേ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ടൊക്കെ ബഹളമൊക്കെ ആയിട്ട് അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഇന്ന് അവരുടെ വീട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. അതായത് നമുക്കൊരു രീതി അങ്ങനെയാണ്, കുറച്ച് ആൾക്കാർ ഇങ്ങോട്ട് വരും, കുറച്ച് ആൾക്കാർ അങ്ങോട്ട് പോകും. അപ്പോൾ ഇന്ന് അവരുടെ വീട്ടിൽ നിന്നൊക്കെ കുറേ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ ഉള്ള കാര്യങ്ങളാണ്. അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങളായിട്ട് എന്തൊക്കെ കുറച്ചായിരുന്നു അങ്ങനെ എന്തൊക്കെയോ ഒക്കെ തയ്ക്കാനൊക്കെ ഉണ്ടെന്നും പറഞ്ഞ് നമ്മൾ വന്നതാണ്. അപ്പം എന്താ പറയുക, അപ്പം അത് തന്നെ. ഇനിയിപ്പം വീട്ടിൽ ചെന്നിട്ട് അവരുടെ ബന്ധുക്കളൊക്കെ ഒന്ന് കാണാം. ജസ്റ്റ് കുറച്ച് ഫുഡ് കൊടുക്കുന്നു, പിരിയുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. ഇതാണ് ഞങ്ങളുടെ അപ്പു. ഹൈഫൈ കൊടുത്താ ഹൈഫൈ എവിടെ പോ കൊച്ചിനെ കൊണ്ട് എവിടെ പോടാ? കൈ വാങ്ങിട്ട് ഹൈഫൈ കൊടുക്കേ ഉമ്മ ഒന്ന് കൊച്ചിനെ കൊണ്ടുപോയി താറാനെ കാണിച്ചു. റോക്കിയും ടോമിയും എല്ലാം എല്ലാത്തിനും കൊണ്ടുപോയി എല്ലാത്തിന്റെ വായി കൊണ്ട് കഴിച്ചു കൊടുത്തു. അവള് റോക്കിയും ടോമിയൊക്കെ കണ്ടയച്ചിട്ട് ആ ചെല്ല് പോയി ചെല്ല്. പോ ചെല്ല്. ഓ ചെല്ല്. അതിനെ കൊണ്ടുപോകോ? വേണ്ട, കൊച്ചിനറിയാം. തള്ളി കീറി വെച്ചോ സ്വന്തമായിട്ട്. ഇത് എൻ്റെ ഏറ്റവും അടുത്ത ബന്ധു, ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ ഭാര്യ, എൻ്റെ എല്ലാമായ ആൾക്കാരാണ് രാജി. മറ്റേത് ഞങ്ങളുടെ ചേട്ടത്തി, അതും അറിയാമല്ലോ ചേട്ടത്തിയാ. പിന്നെ എൻ്റെ ഭാര്യ ചേട്ടത്തി എന്നുള്ള ഞങ്ങളുടെ അമ്മയുടെ അമ്മാവൻ്റെ മോളുമാണ്. മറ്റേത് സിന്ധു ഇരിക്കുന്നത് ഞങ്ങളുടെ അപ്പച്ചിയുടെ മോളാണ്. അതിനപ്പുറത്തിരിക്കുന്നത് ബന്ധം പറഞ്ഞാൽ എൻ്റെ മോളാണ് രജിത. മറ്റേത് ഞങ്ങളുടെ ഒരു മാവൻ്റെ മോളാണ്, അതും മാവൻ്റെ മോളാണ്. ഇപ്പുറത്തേക്കുന്നത് നമ്മുടെ മാവൻ്റെ മോളാണ്. ഇങ്ങോട്ട് കയറി മീനുവിൻ്റെ ഇളയ മാമിയും മോളും. പിന്നെ അപ്പുറത്തൊരു സാധനം അവിടെ ഇപ്പുണ്ട്. ഇങ്ങോട്ട് കയറി മറ്റേത് ഞങ്ങളുടെ അമ്മാവൻ്റെ മോളാണ്. മറ്റേത് ഞങ്ങളുടെ വല്യച്ഛൻ്റെ മോളാണ് കണ്ണാടി. പിന്നെ അതിന് തൊട്ട് ഇപ്പുറത്തേക്കുന്ന കുപ്പിപ്പാലുമായിട്ട് ഇരിക്കുന്നത് അതാണ് അമ്മു, ഞങ്ങളുടെ പിന്നേൻ്റെ മോള്. ഇങ്ങോട്ട് നോക്കി. മറ്റേതെല്ലാം എൻ്റെ ഇത് ബന്ധം പറഞ്ഞ എൻ്റെ അമ്മാവിയാ. ഇതെന്റെ അമ്മാവിയാ ബന്ധം പറഞ്ഞ, അവളുടെ മോളായത്. പിന്നെ വിനോദ് കുഞ്ഞമ്മ അവൻ ഇവിടെ ജയിലാണ്. പിന്നെ ഇങ്ങനെ ഇന്ത്യ അവളെന്തി അത് എൻ്റെ ചിറ്റപ്പൻ്റെ മോനാണ്. പിന്നെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ബാക്കി എല്ലാവരും ആയില്ലേ? ബാക്കി വീട്ടിലുള്ളവരും പരിചയപ്പെട്ടു.
ഉറക്കാം കേട്ടോ. ഇതാണ് ഇഗ്വാന. വീണോ എന്താ പാടാ പൊഴിച്ചേ ഉള്ളൂ അപ്പം തോന്നി അച്ചട ഉറങ്ങാൻ പറ്റി. അപ്പൊ അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നൊരു പാമ്പനെയാണ്. കണ്ട ഉറക്കായിരുന്നു, തകട് പനിയാണ്. എന്തുവാ അയ്യോ കണ്ട ഫുഡ് എടുത്തോ? കൊടുത്തില്ലേ? ഓ ജല പൊളിച്ചില്ലേ? ഓക്കെ ഓക്കെ. കടിക്കടാ. ഇതൊരു നല്ല പാമ്പാണ്, ഭയങ്കര മനുഷ്യരെ ഇണങ്ങുന്ന പാമ്പാണ്. ആദ്യമായിട്ടാ പാമ്പിനെ എനിക്ക് ദേഹം പെരുക്കുന്നുണ്ട്. ഇതിന് ഇവർക്ക് നമ്മുടെ ഇവിടെ പാമ്പ് ഒരിക്കലും നമ്മളെ ഒന്നും ഉപദ്രവിക്കുന്ന ജീവികളല്ല. ഉണ്ടോ നമുക്ക് വളർത്താം. പാവങ്ങളാണ് അവരൊക്കെ. ഉണ്ടോ ചെറുത് തന്നെ ചിലതില്ലേ ഇത്. ഹലോ ഗൈസ്, 8 കാലി ഗൈസ് ദേഖോगे. ഇതൊരു പെറ്റാ? ആ വിഷമുണ്ടോ? ഒന്നുമില്ല. ഇത്ര വലിപ്പമുണ്ടല്ലേ? ആ നോക്കേ. ഫുഡ് എന്തോ ഇത് ഒരേ തിന്നു. കൈയിടങ്ങോട്ടെ, ഒന്നുമില്ല. കളയല്ലേ, ഉദ്ദേശിച്ച വിലയല്ലേ ഇനി. ചത്താ കൊടുക്കേണ്ടി വരും. ആ മതി മണി തിന്നോ. ചക്കര വന്നവന വെറൈറ്റി നമുക്കുന്നുണ്ട്. വെറൈറ്റി വെറൈറ്റി. കൊത്തത്തില്ലേ വൈ എന്താ എടാ തേട് സാധനം കുത്തുന്നില്ലേ? ഇണങ്ങിയതാ. തേട് വെച്ചോ വെച്ചോ വെച്ചോ. അങ്ങനെ തരില്ല കേട്ടോ. ഇന്നല്ല കുറേ പറയാനുണ്ട്. നമുക്ക് കുറേ ഗിരിപ്പന്നി ഉണ്ടായിരുന്നു. അവരെല്ലാവരും നമുക്കറിയാം ഏതോ ഒരു ജീവി ഒന്ന് രാത്രി നശിപ്പിച്ച് പോയിട്ടുണ്ട്. അപ്പം ഇതുപോലെ ഗിരിപ്പന്നികളെ കാണുമ്പം നമുക്ക് പിന്നെയും വളർത്താൻ ആഗ്രഹമുണ്ട് കേട്ടോ. അടിക്കോ ഒരു വെള്ളം ഇവിടെ വൈറ്റുണ്ടാ. അയ്യോടാ ശരിയാട്ടോ. തല്ലിക്കൊല്ലാതെ വീട്ടിൽ നമ്മൾ നോക്കടാ, കടിക്കത്തില്ല. ഓടാ ആയിരിയല്ലത്. ഇതാണ് മൂഷിക്ക് വാങ്ങുന്നത്. കണ്ടോ നേരെ വിളിച്ചോ. ഓക്കെ 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 ഓക്കെ.
ഇതോടാ പോന്നോ പറയടാ. ഓക്കെ 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 ഓക്കെ. എന്താ പരിപാടി? ഞങ്ങളെ കൂട്ടുവോ? കൂട്ടുവോ? ഓക്കെ. അപ്പോൾ ഇന്നത്തോടു കൂടി നമ്മുടെ ഇങ്ങനെയുള്ള വ്ളോഗെല്ലാം അവിടെ നിൽക്കുകയാണ്. ഇനി തൊട്ട് നമ്മൾ സ്പെഷ്യലായിട്ടുള്ള വ്ളോഗും വീഡിയോസൊക്കെ ചെയ്യും. കാരണം കല്യാണം കഴിഞ്ഞു, അതിൻ്റെ കുറേ തിരക്കുകൾ, അവർ വീട്ടിലോട്ട് വരുന്നു, ഫ്രണ്ട്സ് വരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നു. നിങ്ങൾക്കറിയാം നമ്മുടെ ഒരു വലിയ ഫാമിലിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബന്ധുക്കളും ഒരുപാടുണ്ട്. അപ്പോൾ എല്ലാവരും വീടുകളിലും പോയി വരികയൊക്കെ വേണം. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ദിവസം ഒരു എന്താ പറയുക, ഒരു എൻഡിങ്, ഒരു ഫിനിഷിംഗ് ഇല്ലാത്ത വീഡിയോസ് ഇങ്ങനെ ചെയ്തത് പോകുന്നത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു വിരുദ്ധം കാര്യങ്ങളായിട്ടുള്ള വീഡിയോസൊക്കെ നമ്മളിവിടെ നിർത്തുകയാണ്. ഇനിയുള്ള വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ നല്ല നല്ല കുക്കിങ്ങുകളും അത്യാവശ്യം നമ്മൾ ചെയ്തു വരുന്ന കൃഷിയും കാര്യങ്ങളുമായിട്ടുള്ള വീഡിയോസിനകത്തോട്ട് ഇനി പോകാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം അന്നേരം നോട്ടിഫിക്കേഷൻ വരും. മറ്റു എന്തുവാ അവൻ്റെ മൈക്ക് എൻ്റെ ആയിരുന്നു, അത് കണ്ടു. എൻ്റെ മൈക്ക് എൻ്റെ ഉണ്ട്. അപ്പോൾ എവിടെ പറഞ്ഞു നിർത്തി. അപ്പം പുതിയ പുതിയ വിശേഷമായി മറ്റൊരു വീഡിയോ കാണാം. അപ്പം ബൈ.